നഗരത്തിലെ പ്രശസ്തമായ ഐ.ടി. കമ്പനിയിൽ പ്രൊജക്ട് സബ്മിഷന്റെ അവസാന ദിവസമായിരുന്നു അന്ന്. ഡെഡ്ലൈൻ അടുത്തതുകൊണ്ട് ആ വലിയ ഓഫീസിലെ ഭൂരിഭാഗം ജീവനക്കാരും നേരത്തെ തന്നെ ജോലി തീർത്ത് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ മാധവന് കുറച്ച് പവർ പോയിന്റ് പ്രസന്റേഷനുകളും കോഡിങ്ങും കൂടി ബാക്കിയുണ്ടായിരുന്നതിനാൽ സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ടേബിളിൽ ഇരുന്ന ലാപ്ടോപ്പും ചാർജറും ബാഗിലേക്ക് ഒതുക്കി വാച്ചിലേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടി. സമയം രാത്രി 11:30 കഴിഞ്ഞിരുന്നു. ഓഫീസ് കെട്ടിടം മുഴുവൻ ഏതാണ്ട് വിജനമായി കഴിഞ്ഞിരുന്നു. സെക്യൂരിറ്റിയോട് യാത്ര പറഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ നിന്നും തന്റെ ബൈക്കുമെടുത്ത് അവൻ പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചു. എന്നാൽ നിർഭാഗ്യം അവനെ കാത്തിരിക്കുകയായിരുന്നു. അവൻ സാധാരണ വേഗത്തിൽ വീട്ടിലെത്താൻ ഉപയോഗിക്കാറുള്ള നാഷണൽ ഹൈവേയിൽ വലിയൊരു റോഡ് പണിയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികളും നടക്കുന്നത് കാരണം പോലീസ് ആ വഴി പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരുന്നു. അവിടെയുണ്ടായിരുന്ന ഡ്യൂട്ടി പോലീസുകാരൻ ഒരു കൈചൂണ്ടിപ്പാത കാണിച്ചു കൊടുത്തു. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് നഗരത്തിന്റെ വശത്തുകൂടി കാട് പിടിച്ചു കിടക്കുന്ന അധികം ആരും യാത്ര ചെയ്യാത്ത ഒരു പഴയ ബൈപ്പാസ് റോഡിലൂടെ പോകാൻ മാധവൻ നിർബന്ധിതനായി. ആ റോഡിലേക്ക് വണ്ടി തിരിച്ചു കയറ്റിയപ്പോൾ തന്നെ അവനെന്തോ ഒരു അസ്വസ്ഥത തോന്നിത്തുടങ്ങി. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും പെട്ടെന്നൊരു കാടിനുള്ളിലേക്ക് കയറിയതുപോലെയായിരുന്നു ആ അന്തരീക്ഷം. വഴിയിലെവിടെയോ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നുണ്ടായിരുന്നില്ല. ബൈക്കിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുമുള്ള മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു ആ കൂരിരുട്ടിനെ കീറിമുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. റോഡിന്റെ ഇരുവശത്തും ജനവാസമില്ലാത്ത വലിയ റബ്ബർ തോട്ടങ്ങളുടെ കാടുമായിരുന്നു. ആകാശം കറുത്ത മേഘങ്ങൾ മൂടിക്കെട്ടി നിന്നിരുന്നതിനാൽ നിലാവെളിച്ചം പോലും ആ വഴിയിൽ വീണിരുന്നില്ല. അന്തരീക്ഷത്തിൽ തണുത്ത കാറ്റും ചീവീടുകളുടെ നിർത്താതെയുള്ള ശബ്ദവും ഭയപ്പെടുത്തുന്ന ഒരു പശ്ചാത്തല സംഗീതം പോലെ മുഴങ്ങി. തണുപ്പരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ മാധവൻ തന്റെ ജാക്കറ്റിന്റെ സിപ്പ് കുറച്ചുകൂടി മുകളിലേക്ക് വലിച്ചിട്ടു. ഈ വഴി വരേണ്ടിയിരുന്നില്ല. എങ്ങനെയെങ്കിലും വേഗം വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അവൻ ഒത്തിരി ഭയത്തോടെ സ്വയം പിറുപുറത്തുകൊണ്ട് ബൈക്കിന്റെ വേഗത കൂട്ടി. ആക്സിലേറ്റർ ശക്തിയായി തിരിച്ചു. ബൈക്കിന്റെ വേഗത കൂട്ടി മാധവൻ ആ വിജനമായ റോഡിലൂടെ മുന്നോട്ടു പാഞ്ഞു. ആക്സിലേറ്റർ കൊടുക്കുമ്പോഴുള്ള എഞ്ചിന്റെ ശബ്ദം മാത്രമാണ് ആ ഇരുട്ടിൽ അവനാകെയുള്ള കൂട്ട്. റോഡിന്റെ ഇരുവശത്തു നിന്നും റബ്ബർ മരങ്ങളുടെ ഇലകൾ കാറ്റിലിളകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആരോ ഒപ്പം ഓടുന്നത് പോലെ അവന് തോന്നി. പേടി മാറ്റാൻ വേണ്ടി അവൻ മനസ്സിൽ ഓരോന്നോർക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നാണ് ദൂരെ റോഡിന്റെ വശത്ത് കാടിനോട് ചേർന്നുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ എന്തോ ഒരു അനക്കം മാധവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മാധവന്റെ വെളിച്ചം പതുക്കെ അങ്ങോട്ട് നീങ്ങി. വെളിച്ചം വീണ ഭാഗത്തേക്ക് നോക്കിയ മാധവന്റെ നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിന്നുപോയി. ഈ അർദ്ധരാത്രിയിൽ നട്ടപ്പാതിരയ്ക്ക് കാടിനുള്ളിലെ വിജനമായ റോഡിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൾ മഞ്ഞിൽ കുതിർന്ന ഒരു വെളുത്ത സാരിയാണ് ധരിച്ചിരുന്നത്. അവളുടെ കയ്യിൽ ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടി അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ച് യാതൊരു ചലനവുമില്ലാതെ ഉറങ്ങുന്നത് പോലെയാണ് തോന്നിയത്. ആ സ്ത്രീയുടെ മുഖം വ്യക്തമായിരുന്നില്ല. നീണ്ട കറുത്ത മുടിയഴകൾ കാറ്റിൽ പറന്ന് അവളുടെ മുഖത്തേക്ക് പൂർണ്ണമായും വീണുകിടന്നിരുന്നു. ബൈക്ക് അടുത്തേക്ക് എത്തിയതും അവൾ പെട്ടെന്ന് മാധവന് നേരെ കൈനീട്ടി വണ്ടി നിർത്താൻ കാണിച്ചു. ലിഫ്റ്റ് ചോദിക്കുകയാണെന്ന് മനസ്സിലായെങ്കിലും മാധവന്റെ ഉള്ളിൽ ഭയം ഒരു തണുപ്പായി പടർന്നു. ഈ സമയത്ത് ഈ വിജനമായ വഴിയിൽ വണ്ടി നിർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഇനിയിപ്പോ വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ കെണിയൊരുക്കുന്നതാണെങ്കിലോ? ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി പുറകിൽ ആണുങ്ങൾ ഒളിച്ചിരിപ്പുണ്ടാകുമോ? അവന്റെ യുക്തി ചിന്തിച്ചു. അവൻ ബൈക്കിന്റെ സ്പീഡ് ഒട്ടും കുറച്ചില്ല. പകരം ആക്സിലേറ്റർ ഒന്നുകൂടി മുറുക്കി.
നെഞ്ചിടിപ്പോടെ അവളെ മറികടന്ന് അവൻ മുന്നോട്ട് പാഞ്ഞുപോയി. വണ്ടി കുറച്ചുനേരം മുന്നോട്ട് പോയതിനു ശേഷമാണ് അവന് ശ്വാസം നേരെ വീണത്. ശരിക്കും പേടിച്ചിട്ടാണോ അതോ ആകാംക്ഷ കൊണ്ടാണോ എന്നറിയില്ല. അവൻ പതുക്കെ ബൈക്കിന്റെ കണ്ണാടിയിലേക്ക് നോക്കി. ആ വെളുത്ത രൂപം ആ മരച്ചുവട്ടിൽ തന്നെ ഒരടി പോലും മാറാതെ അനങ്ങാതെ നിൽക്കുന്നത് അവൻ കണ്ടു. ആ കാഴ്ച കണ്ണാടിയിൽ നിന്നും മറയുന്നത് വരെ അവൻ നോക്കി നിന്നു. ഹാവൂ, ഭാഗ്യം! വണ്ടി നിർത്താത്തത് നന്നായി. അവൻ ഒരു ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. എന്നാൽ താൻ കടന്നു പോകാൻ പോകുന്നത് ഇതിലും വലിയൊരു ചതിക്കുഴിയിലേക്കാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ആ സ്ത്രീയെ മറികടന്നു പോയതോടെ തന്റെ പേടിയെല്ലാം അവസാനിച്ചു എന്നാണ് മാധവൻ കരുതിയത്. ബൈക്കിന്റെ സ്പീഡ് 60-ലും 70-ലും ഒക്കെ ആയിരുന്നു. ആ ഇരുണ്ട വഴിയിലൂടെ അവൻ ഏതാണ്ട് 2 കിലോമീറ്ററോളം മുന്നോട്ട് പോയിട്ടുണ്ടാകും. ചുറ്റുമുള്ള റബ്ബർ തോട്ടങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ലായിരുന്നു. അതേ ഇരുട്ടും അതേ നിശബ്ദതയും. താൻ ആ അപകടമേഖലയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ അവൻ പതുക്കെ ഒരു പാട്ട് മൂളാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് റോഡിലേക്ക് വീണ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ കാഴ്ച വീണ്ടും തെളിഞ്ഞത്. അത് കണ്ടതും മാധവന്റെ പാട്ട് തൊണ്ടക്കുഴിയിൽ വെച്ച് തന്നെ നിന്നുപോയി. ഭയം കൊണ്ട് അവന്റെ കൈകൾ ബ്രേക്കിലേക്ക് ദയനീയമായി അമർന്നു. വണ്ടി റോഡിന്റെ നടുവിൽ കരിയിലകൾക്കിടയിലൂടെ വഴുതി വലിയൊരു ശബ്ദത്തോടെ തെന്നിമാറി നിന്നു. എഞ്ചിൻ ഓഫായില്ലെങ്കിലും മാധവന്റെ ശരീരമാകെ തണുത്തു മരവിച്ചു പോയിരുന്നു. തലച്ചോറിലേക്ക് ചോര ഓടാത്തതുപോലെ അവന് തോന്നി. ദാ തൊട്ടു മുന്നിൽ റോഡിന്റെ ഇടതുവശത്ത് അതേ സ്ത്രീയും കുട്ടിയും വീണ്ടും നിൽക്കുന്നു. അതേ വെള്ളസാരി, അതേ കൊച്ചുകുട്ടി. മാധവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 2 കിലോമീറ്റർ ദൂരം ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് അത്ര പെട്ടെന്ന് ഓടിയെത്താൻ ഒട്ടും കഴിയില്ല. അതും കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഇത് മനുഷ്യനല്ല. ആ ചിന്ത അവന്റെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പോലെ പാഞ്ഞു കയറി. അവളുടെ മുഖത്തേക്ക് നോക്കാൻ അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. ഇത്തവണ അവൾ വണ്ടിക്ക് കൈ കാണിച്ചതുമില്ല. പകരം തല താഴേക്ക് ഒരൽപ്പം കുനിച്ചു നിന്ന് ഒരു കൽപ്രതിമ പോലെ നിൽക്കുകയായിരുന്നു. കാറ്റിൽ അവളുടെ വെളുത്ത സാരിയുടെ തലപ്പ് പാറി പറക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള ചിവീടുകളുടെ ശബ്ദം പോലും പെട്ടെന്ന് നിലച്ചതുപോലെ മാധവന് തോന്നി. അവിടെ നിന്നാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലായ മാധവൻ സർവശക്തിയുമെടുത്ത് ബൈക്ക് ആക്സിലേറ്റർ ചെയ്ത് എഞ്ചിന്റെ ഭീകരമായ ആക്രോശത്തോടെ ബൈക്ക് അവളെയും മറികടന്ന് മുന്നോട്ട് പാഞ്ഞു. പേടി കാരണം അവൻ പിന്നീട് ബൈക്കിന്റെ റിയർവ്യൂ മിററിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. അവന്റെ നെഞ്ചിടിപ്പ് ഹെൽമെറ്റിനുള്ളിൽ ഒരു ഡ്രംസ് അടിക്കുന്നത് പോലെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ശ്വാസം അടക്കിപ്പിടിച്ച് വണ്ടിയുടെ വേഗത ഒട്ടും കുറയ്ക്കാതെ മാധവൻ ഒടുവിൽ തന്റെ വീടിന്റെ മുന്നിലെത്തി. പരിചിതമായ ആ വലിയ ഇരുമ്പ് ഗേറ്റും വീടിന്റെ സിറ്റൗട്ടിലെ മങ്ങിയ വെളിച്ചവും കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. ഭയം കാരണം അവന്റെ കൈകാലുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് മെയിൻ സ്റ്റാൻഡിലിട്ട് അവൻ എഞ്ചിൻ ഓഫ് ചെയ്തു. ആ വിജനമായ റോഡിലെ ഭീകര അന്തരീക്ഷത്തിൽ നിന്നും താൻ ഒടുവിൽ സ്വന്തം സുരക്ഷിതത്വത്തിലേക്ക് എത്തിയെന്ന ആശ്വാസത്തിൽ അവൻ ഒരു ദീർഘശ്വാസം വിട്ടു. എന്നാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറക്കാനായി 10 അടി മുന്നോട്ട് നടന്നപ്പോഴാണ് അവൻ ആ അസ്വാഭാവികമായ കാര്യം ശ്രദ്ധിച്ചത്. ബൈക്കിന്റെ എഞ്ചിൻ ഓഫായിട്ടും പുറകിലെ സീറ്റിൽ എന്തോ ഒരു അധിക ഭാരം അമർന്നിരിക്കുന്നത് പോലെ അവന് തോന്നി. വണ്ടിക്ക് ഒരൽപ്പം താഴ്ച അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിലുപരി ഒരു ചെറിയ കാറ്റുപോലും ഇല്ലാത്ത ആ സമയത്ത് ഐസ് പോലെ തണുത്തുറഞ്ഞ എന്തോ ഒന്ന് അവന്റെ കഴുത്തിന്റെ പുറകിൽ വന്ന് മുട്ടുന്നത് പോലെ ഒരനുഭവം. ശരീരത്തിലെ രോമദ്വാരങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നതായി അവൻ അറിഞ്ഞു. മാധവന്റെ തൊണ്ട വല്ലാതെ വരണ്ടുപോയി. ഉമിനീരിറക്കാൻ പോലും കഴിയാതെ അവൻ പതുക്കെ തിരിഞ്ഞ് ബൈക്കിന്റെ പുറകിലെ സീറ്റിലേക്ക് നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല.
ശൂന്യമായ ആ സീറ്റ് കണ്ട് അവൻ നെഞ്ചിൽ കൈവച്ചു. പേടിച്ചിട്ട് തോന്നുന്നതാണ്. രാത്രിയിലെ ആ കാഴ്ചകൾ മനസ്സിലിരുന്ന് ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ്. അവൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ പോക്കറ്റിൽ നിന്നും വിറയ്ക്കുന്ന കൈകളോടെ വീടിന്റെ താക്കോൽ കൂട്ടം എടുത്തു. പെട്ടെന്നാണ് അവന്റെ പാന്റിന്റെ പോക്കറ്റിലിരുന്ന ഫോൺ ഒന്നിനു പുറകെ ഒന്നായി തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. അവന്റെ വീടിന്റെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ CCTV ക്യാമറയുടെ നോട്ടിഫിക്കേഷനായിരുന്നു അത്. ഗേറ്റിന്റെ പരിസരത്ത് എന്തോ വലിയ അനക്കം കണ്ടതുകൊണ്ടാണ് ഫോണിൽ തുടരെ തുടരെ അലേർട്ടുകൾ വന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ അവൻ വിറയ്ക്കുന്ന വിരലുകളോടെ ഫോണിലെ തത്സമയ CCTV ദൃശ്യം ഓപ്പൺ ചെയ്തു. ഫോൺ സ്ക്രീനിൽ ലോഡായി വന്ന ആ തത്സമയ CCTV ദൃശ്യം കണ്ട മാധവൻ ശരിക്കും ഒരു ജീവശവമായി മാറി. അവന്റെ കയ്യിലിരുന്ന താക്കോൽക്കൂട്ടം മണ്ണിലേക്ക് വീണുപോയി. CCTV സ്ക്രീനിൽ കാണുന്ന കാഴ്ച അവന് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സ്ക്രീനിൽ മാധവൻ ബൈക്ക് നിർത്തി ഗേറ്റിനോട് ചേർന്ന് തിരിഞ്ഞു നിൽക്കുന്നത് വ്യക്തമായി കാണാം. എന്നാൽ അവന്റെ തൊട്ടുപുറകിൽ അവൻ മെയിൻ സ്റ്റാൻഡ് ഇട്ട ബൈക്കിന്റെ പിൻസീറ്റിൽ തലമുടി മുഴുവൻ അഴിച്ചിട്ട് ആ വെളുത്ത സാരി ഉടുത്ത സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇത്രയും നേരം മാധവന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. മാധവന് നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവന്റെ തൊണ്ട പൂർണ്ണമായും അടഞ്ഞു പോയിരുന്നു. അടുത്ത നിമിഷം ഫോണിന്റെ സ്ക്രീനിലെ ആ ഭീകര രൂപം പതുക്കെ CCTV ക്യാമറയ്ക്ക് നേരെ മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ മുഴുവൻ കറുത്ത നിറമായിരുന്നു. വായ തുറന്നപ്പോൾ ചോര ഒലിക്കുന്ന പല്ലുകളോടെ അവൾ ക്യാമറയിലേക്ക് നോക്കി ക്രൂരമായി ചിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ CCTVയിൽ അവൾ പതുക്കെ ബൈക്കിൽ നിന്നും താഴേക്കിറങ്ങി ഗേറ്റിനടുത്ത് നിൽക്കുന്ന മാധവന്റെ നേരെ നടന്നു വരുന്നത് അവൻ കണ്ടു. അവളുടെ കാൽപ്പാടുകൾ നിലത്ത് പതിയുന്നില്ലായിരുന്നു. അവൾ വായുവിൽ ഒഴുകി വരികയായിരുന്നു. ഭയം അതിന്റെ പരകോടിയിലെത്തിയ മാധവൻ പതുക്കെ ഫോണിൽ നിന്നും കണ്ണുകളെടുത്ത് തന്റെ പുറകിലേക്ക് തിരിഞ്ഞു. ഇരുട്ടിൽ നിന്നും ഐസ് പോലെയുള്ള ആ രണ്ട് ചോരക്കണ്ണുകൾ അവന്റെ മുഖത്തിന് തൊട്ടു മുന്നിൽ വെച്ച് അവനെ നോക്കി തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ മാധവന്റെ തോളിലേക്ക് തന്റെ തണുത്തുറഞ്ഞ കൈകൾ വെച്ചു. മാധവന് പിന്നെ എന്ത് സംഭവിച്ചു? ആ ഇരുട്ടിൽ അവനെ കാത്തിരുന്നത് മരണമായിരുന്നോ അതോ മറ്റെന്തെങ്കിലുമായിരുന്നോ? കഥയുടെ അടുത്ത ഭാഗത്തിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഭയപ്പെടുത്തുന്ന കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി.